മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. അജീഷ് ശിവകുമാർ ചേർന്ന്. അജീഷ്, ഈ സ്റ്റേഷൻ ഉപരോധം ഒരു പടി കൂടി കടന്ന് കനത്ത റോഡ് ഉപരോധത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയാണോ? പ്രത്യേകിച്ച് പാലാരിവട്ടം റോഡാണ് വലിയ ഗതാഗതം അല്ലെങ്കിൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്ന ഇടം. അവിടെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധത്തിലേക്ക് കടന്നാൽ അത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകും. അത്തരത്തിലൊരു പ്രതിരോധം, അത്തരത്തിലേക്കൊരു ഉപരോധം പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ കടന്നിട്ടുണ്ടോ? സുഹൈല്, ഇപ്പോൾ പാലാരിവട്ടത്തെ പ്രധാനപ്പെട്ട റോഡ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു സമരം നടക്കുന്നത്. നിങ്ങളുടെ ഈ പ്രവർത്തകരെ വിട്ടുകിട്ടാതെ നിങ്ങൾ എന്തായാലും ഈ സമരം അവസാനിപ്പിക്കില്ല. ഈ സമരം ഞങ്ങളുടെ നേതാക്കളും ഇവിടെ കൂടിയ പ്രവർത്തനം അവസാനിപ്പിക്കില്ല. നിങ്ങളുടെ ഈ പ്രവർത്തകർക്കെതിരെ ചുമത്തിയത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്? അതെ, അങ്ങനെയാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ആദ്യമേ ഇവിടുത്തെ കൗൺസിലർ സക്കീർ എന്ന കൗൺസിലർ വന്നവർക്ക് ജാമ്യം എടുത്തതാണ്. അതിനുശേഷമാണ് അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ഇപ്പോൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രവർത്തകർ സമരം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാലാരിവട്ടത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം ഇപ്പോൾ നടത്തുന്നത്. പ്രവർത്തകർ പാലാരിവട്ടം റോഡ് ഉപരോധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഈ നടത്തുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നേതാക്കളുടെ നേതൃത്വത്തിലും സമരം നടക്കുന്നുണ്ട്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. അങ്ങനെ ഈ സമരം അടുത്ത തലത്തിലേക്ക് ഈ പ്രവർത്തകരും നേതാക്കളും കൊണ്ടുപോവുകയാണ്. തങ്ങളുടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത ഗുരുതരമായ വകുപ്പ് ചുമത്തിയ പോലീസിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഒരു വാഹനങ്ങളും കടത്തിവിടില്ല എന്നുള്ളൊരു രീതിയിലാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. അങ്ങനെ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു സംഘർഷമായ ഒരു സാഹചര്യമായിരിക്കും. വാഹനങ്ങൾ കടത്തിവിടില്ല എന്നൊരു ഞങ്ങൾ പ്രതിഷേധമായിട്ടാണ്. ചേട്ടന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ സമരം നടക്കുന്നത്. ചേട്ടന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. എന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് സമ്മതിക്കുന്നു. ഇപ്പൊ ഒരു പുള്ളിയെ വന്ന് ഞുള്ളിട്ട് പോയി. അതാരാ നിങ്ങളെ നോക്കണ്ടേ? എന്നെ ഉപദ്രവിച്ചിട്ട് പോയി. സ്വാഭാവികമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ വഴിയിൽ വാഹനവുമായി വന്ന ഒരാൾ പ്രവർത്തകരുമായി ഉണ്ടായ ചെറിയ വാക്കേറ്റമാണ്. പക്ഷെ അത് പ്രശ്നമില്ലാതെ പ്രവർത്തകർ തന്നെ അയാളെ കടത്തിവിട്ടിരിക്കുന്നു. അജീഷ് ശിവകുമാർ ചെയ്യുന്നു. അജീഷ്, എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഉപരോധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വാഹനങ്ങളുടെ ഒരു കുരുക്കൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ ഉപരോധം 2.5 മണിക്കൂറോളമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരെത്തിയ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനോടൊപ്പം പുറത്ത് റോഡ് ഉപരോധിച്ചു. ചെറിയ രീതിയിൽ വാഹനങ്ങൾക്ക് തടസ്സമുണ്ടായി. ഈ തടസ്സത്തിൽ പ്രകോപിതരായ ചില ആളുകളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. MP MLA മാരും അടക്കുന്ന വലിയ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഉപരോധം അവിടെ തുടരുന്നത്. തുടക്കത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അജീഷ്, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വാഹനങ്ങളിൽ വന്നവരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് ഒരു സംഘർഷമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഈ വാഹനം തടഞ്ഞു നിർത്തിയപ്പോൾ ഒരു വാക്ക് തർക്കമുണ്ടായി. അതാണ് ഇപ്പോൾ വലിയ അടിയിലേക്ക്, വലിയ തമ്മിൽ തല്ലിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തടയാൻ നിന്നവർ ഇപ്പോൾ വാഹനത്തിൽ വന്ന ചിലരും അവരുടെ സുഹൃത്തുക്കളും ചേർന്നാണ് ഇപ്പോൾ ഈ വലിയ പ്രശ്നം ഇപ്പോൾ പാലാരിവട്ടം സ്റ്റേഷന് മുന്നിലേക്ക് ഇവിടെ പോലീസൊന്നും ഇടപെടാതെ ഇപ്പോൾ ഈ പ്രവർത്തകർ 2 സംഘമായി തിരിഞ്ഞാണ് ഇപ്പോൾ പരസ്പരം ഇപ്പോൾ
ഈ സമരം അജീഷ്, റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം കേരളത്തിൽ ആദ്യമല്ല, പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പല പാർട്ടികളുടെ നേതൃത്വം നടന്നാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചപ്പോൾ ഉണ്ടായ പ്രത്യേക പ്രകോപനം എന്താണ് അവിടെ പ്രശ്നം? സുഹേൽ, ഇപ്പോൾ ഈ ഒരു പ്രതിഷേധമായി തുടങ്ങിയ ഒരു സമരമാണ്. അതാണ് ഇപ്പോൾ വലിയ കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നത്. പരസ്പരം ഒരു അടിയിലേക്ക് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് ഇവിടെ കാർഡ്ബോർഡ് പെട്ടികൾ കത്തിച്ച് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉപരോധ സമരമായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഈ പ്രവർത്തകരും ഈ വാഹനങ്ങൾ തടഞ്ഞ് എതിരാണ് സമരമെന്ന് ചോദിച്ച പ്രവർത്തകരും മറ്റൊരു ആളുകളും തമ്മിലായിരുന്നു ഈ ഒരു കയ്യാങ്കളി. എന്തായാലും പ്രവർത്തകരും തമ്മിലുള്ള നടന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ച് രണ്ടുപേരെ മാറ്റിവിടുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രശ്നം വലിയൊരു സംഘർഷത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ പരസ്പരം അസഭ്യം പറഞ്ഞ് വിളിച്ചുകൊണ്ടുള്ള ഒരു കയ്യാങ്കളിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയത്. എന്തായാലും ഇപ്പോൾ ഈ പ്രവർത്തകരെ പരസ്പരം ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നേതാക്കൾ ഇടപെട്ട് ഇവരെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ച് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് ശാന്തമായി കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വലിയൊരു തമ്മിലടിയായിരുന്നു ഇപ്പോൾ ഇവിടെ കണ്ടത്. അതായത് ഈ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുള്ള ഒരു സമരമായിരുന്നു പെട്ടെന്ന് വീണ്ടും ഒരു പ്രകോപനമായത്. വീണ്ടും ഈ വാഹനങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഈ സംഘർഷമുണ്ടാക്കിയവർ വീണ്ടും പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കുകയാണ്. അവർ വീണ്ടും നേതാക്കളെ അസഭ്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രധാനമായും പ്രശ്നമുണ്ടാക്കിയ ആളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇപ്പൊ സമരം വീണ്ടും ഒരു അക്രമാസക്തമായ ഒരു സമരം മാറുകയാണ്. അതായത് ഈ വിഷയത്തിലല്ല, പക്ഷേ ഈ സമരം വാഹനങ്ങൾ തടഞ്ഞുള്ള ഒരു സമരമാണ് പിന്നീട് വീണ്ടും ഒരു കയ്യങ്കളിയിലേക്ക് പോയത്. ഇതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിനായിരുന്നു ഇത് കയ്യങ്കളിയിലേക്ക് പോയത്. കാരണം ഇത് ഈ കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരം പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. ബസ്സിൽ ഒരു സ്വകാര്യ ബസ്സിൽ വന്ന ഒരാളെ പ്രവർത്തകർ തടഞ്ഞു വെച്ച് അവരെ അസഭ്യം പറഞ്ഞു എന്നാരോപിച്ചാണ് ഈ ബസ്സിൽ നിന്ന് ഡ്രൈവറും മറ്റ് ജീവനക്കാരും പുറത്തേക്ക് ഇറങ്ങി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കുക ശ്രമിച്ചത്. എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയ ശേഷം ഇവരെ അനുനയിപ്പിച്ച് വിടുകയാണ് ഉണ്ടായത്. എന്തായാലും സ്വകാര്യ ബസ്സിലെ ആളുകളാണ് ഇപ്പോൾ പ്രധാനമായും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചത്. എന്തായാലും ഇപ്പോഴും ആ ഒരു സംഘർഷ സമാനമായ ഒരു സാഹചര്യം നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ സ്വകാര്യ ബസ്സിൽ വന്ന അതിലെ ജീവനക്കാരും തമ്മിലായിരുന്നു ഈ പ്രശ്നം. ഒട്ടനവധി ചെറുപ്പക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു, തമ്മിലടിക്കുകയാണ് ചെയ്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും സത്യം പറയുകയും ചെയ്തു. ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം കണ്ടത്. അങ്ങനെ ഈ സമരം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. വേറൊരു വിഷയത്തിൽ പിന്നീട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇവിടത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലെ സമരം മാറിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രവചനാതീതമായി ഈ സമരം പോവുകയാണ്. പ്രവർത്തകർ നേതാക്കളും സ്റ്റേഷന് മുന്നിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമായി സമരം നടത്തുമ്പോൾ ഈ റോഡ് ഉപരോധത്തിന്റെ വിഷയം തന്നെ മാറുന്നൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ എന്തായാലും ഈ ബസ്സിൽ വന്ന ജീവനക്കാരെ അനുനയിപ്പിച്ച് ഇവരെ വാഹനം കടത്തിവിടാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന് കാരണം. എന്തായാലും ഇപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ തടഞ്ഞിട്ടിട്ടും പോലീസ് അവിടെ ഉണ്ടായിട്ടും ഇടപെടുന്നില്ല. റോഡിൽ അവർ തീ കത്തിക്കുന്നുണ്ട്. വണ്ടികളുടെ വാഹനങ്ങളുടെ നീണ്ട നിര കാണാം അവിടെ. പോലീസ് അവിടെ ഇടപെടുന്നില്ല എന്നാണോ അജീഷ്? ഉന്നയിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. കാരണം പോലീസ് ഇവരെ പിന്മാറ്റാനോ അല്ലെങ്കിൽ പോലീസ് ഇവിടുന്ന് ഈ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അതേപോലെ തന്നെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പോലും ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ഇവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല. ഒരു വലിയ വണ്ടി പോലീസ് തന്നെ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് പോലും പോലീസ് ഈ ഒരു സമരം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം അവസാനിപ്പിക്കാനോ ഈ പ്രവർത്തകരും സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും തമ്മിൽ കയ്യങ്കളി ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ശ്രമമുണ്ടായിരുന്നില്ല. പോലീസ് ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ഇവിടെ പോലീസ് സ്റ്റേഷന് തൊട്ട് മുന്നിൽ അവിടെ പടിക്കെട്ടിൽ നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുന്നു. ഇവിടെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നു. എന്തായാലും ഈ സമരം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. എന്തായാലും ഈ 7 നേതാക്കളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഒരു സമരം ആണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. അവർ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നു. ഒരു വാഹനങ്ങളും കടത്തിവിടില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്
ഈ കോൺഗ്രസ് നേതാക്കൾ. വാഹനങ്ങൾ അങ്ങനെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇപ്പോൾ കുറച്ചു സമയം മുമ്പ് ഒരു കയ്യാങ്കളിയിലേക്ക് മാറിയത്. എന്തായാലും ഇപ്പോൾ ഈ നേതാക്കൾ ഇടപെട്ട് ഈ വാഹനങ്ങൾ, ചെറിയ അത്യാവശ്യമായി പോകേണ്ട വാഹനങ്ങളൊക്കെ കടത്തിവിടാനുള്ള ഒരു ശ്രമം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങളെ അത്യാവശ്യമായി പോകേണ്ട വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ ഒരു ഭാഗത്തൂടെ ചെറിയ വണ്ടികളൊക്കെ പോകുന്നു, പക്ഷേ വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഈ ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ വലിയ വാഹന ഗതാഗതമാണ് പാലാരിവട്ടത്തെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്, വലിയ തിരക്കുള്ള റോഡാണ്, എപ്പോഴും തിരക്കുണ്ടാകുന്ന ഒരു റോഡാണ് പാലാരിവട്ടം റോഡ്. ഈ റോഡിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ വാഹനങ്ങളെ കടത്തിവിട്ടതോടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഈ പ്രവർത്തകര് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഈ വാഹനങ്ങളെ കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ ഈ വീട്ടിലേക്ക് പോകാൻ അത്യാവശ്യം നിൽക്കുന്ന അങ്ങനെയുള്ളവരൊക്കെയാണ് വിടുന്നത്. എന്തായാലും ഈ ചില വാഹനങ്ങൾ കടത്തിവിടുന്നില്ല, അതിൽ തമ്മിൽ ഈ പ്രവർത്തകർ തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്ന, അങ്ങനെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നതിലും തമ്മിലൊരു തർക്കമുണ്ടാകും. തുടരുക അജീഷിലേക്ക് എത്താം. ഇപ്പോൾ അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിനി റോഡ് ഉപരോധം നടക്കുന്നിടത്താണോ ഉള്ളത്, അതോ പോലീസ് സ്റ്റേഷൻ മുന്നിലാണോ അശ്വിൻ? ഉന്മേഷ്, നമ്മളിപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ മുന്നിൽ തന്നെയാണ് പ്രതിഷേധം തുടരുന്നത്. അവിടെ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിക്കാതെ അവർ റോഡിൽ കിടക്കുകയാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടിട്ടാണ് ഞങ്ങൾ പിന്മാറില്ല. എത്ര രാത്രിയായാലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. റോഡിൽ തന്നെ കിടക്കാനാണോ തീരുമാനം? റോഡിൽ തന്നെ കിടക്കേണ്ടത് കിടക്കും, റോഡിൽ തന്നെ കിടക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് കള്ളക്കേസിൽ കുടിക്കകത്തിട്ടേക്കണത്. നാളെ കോടതി അവധിയാണ്. നാളെ റിമാൻഡിൽ 2 ദിവസത്തേക്ക് റിമാൻഡിൽ പോകേണ്ട കേസാണ് അവർ എടുത്തിട്ടേക്കണത്. റോഡ് ബ്ലോക്കാണ്. 2-3 മണിക്കൂർ, ഇപ്പം 4 മണിക്കൂറാവുന്നു. ഞങ്ങൾ പിന്മാറില്ല ചെയ്യുന്നത്. ആളുകളും പ്രതിഷേധത്തിലാണ്, അവർ കുറേ നേരം റോഡ് കിടക്കുന്നു. അവരറിയണം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഇല്ലാത്ത കേസിൽ, കള്ളക്കേസിലാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരകത്ത് നടക്കുന്നത്. ഉന്മേഷ്, എന്തായാലും ഇതാണ് അവരുടെ നിലപാട്. ഏത് തരത്തിലുള്ള സമരത്തിലേക്ക് പോകാനും അവർ തയ്യാറാണ്. ഇപ്പോൾ ഈ ഏകദേശം ഒരു മണിക്കൂറോളമായി പാലാരിവട്ടത്തെ പ്രധാന റോഡുകളെല്ലാം തന്നെ ബ്ലോക്കാണ്. അവർ ഈ സഹപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനുള്ളിൽ തുടരുന്ന സഹപ്രവർത്തകരെ തിരികെ വിടാതെ, സ്റ്റേഷനുള്ളിൽ നിന്നും മടക്കി അയക്കാതെ അവർ ഈ റോഡിൽ നിന്നും പിന്മാറില്ല, അതായത് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ തുടരുകയാണ് അവർ. അതുതന്നെയാണ് ഏറെ നേരമായി ഇവിടെ കാണുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചിരുന്നു. അത് കത്തിച്ചിപ്പോഴും റോഡിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അതിന് മുന്നിൽ കൂടിയാണ് ഈ ഇരുചക്ര വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങൾ പോകുന്നത്. ഇതിനിടെ അങ്ങിങ്ങായി ഈ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ഭാഗത്ത് അങ്ങിങ്ങായി നേരിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് വാഹനത്തിൽ വന്നവരും യാത്രക്കാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെയായി ചെറിയ തർക്കങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തർക്കങ്ങൾ ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു കാരണവശാലും അവൻ ഞങ്ങളുടെ ക്യാമറമാനെ അടിച്ചത്. ഉന്മേഷ്, അങ്ങനെ തർക്കം പല വഴി തുടരുകയാണ്. അല്പസമയം മുമ്പ് ഒരു സംഘർഷം കൂടെ ഉണ്ടായിരുന്നു. അതിൽ മാധ്യമപ്രവർത്തകർക്കടക്കം ഈ സ്വകാര്യ ബസിന്റെ ആളുകളുടെ പക്കൽ നിന്ന് കയ്യേറ്റം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇവരിപ്പോൾ പറയുന്നത്. ആ തർക്കം അങ്ങനെ തന്നെ തുടരുകയാണ്. ഈ സ്വകാര്യ ബസ് ഏറെ നേരമായി അവർ പിടിച്ചിട്ടിരിക്കും. നടത്തണ്ടേ? എന്റെ ക്യാമറമാനെ അടിച്ചത്. ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഘർഷം ഉണ്ടായത്. അതിലൊരു ഓൺലൈൻ ചാനലിന്റെ മാധ്യമ പ്രവർത്തകനെ ഈ സ്വകാര്യ ബസ്സുമായി വന്ന ആളുകൾ മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ സമരത്തിലേറെ നേരമായി അവർ ഈ സ്വകാര്യ ബസ് റൂട്ട് ഓടുന്ന ബസ്സാണ്. അവർ ഈ സ്വകാര്യ ബസ്സുമായി ഇവിടെ ഒരു ഏകദേശം 1/2 മണിക്കൂറായി ആളുകളുമായി കിടക്കുകയാണ്. അതിനിടെ ഈ ബസ്സുകാരും സമരക്കാരും തമ്മിലുള്ള നേരിയ വാക്കുതർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ എന്തായാലും അത് നേർക്കുനേർ തർക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ അതിലേക്ക് പോവുകയാണ്. അത് എന്തായാലും ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു തുടർ തർക്കമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. ഇതിനപ്പുറത്തേക്ക് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തും വലിയ തർക്കം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം അത് ഏകദേശം ഞാൻ
പാലാരിവട്ടത്ത് അങ്ങനെ വീണ്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് ക്യാമറാമാന് മർദ്ദനമേറ്റു എന്നാണ് ഇപ്പോൾ ആരോപണം. സ്വകാര്യ ബസ് ജീവനക്കാരുമായി നേർക്കുനേർ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. അശ്വിൻ, കേൾക്കാമെങ്കിൽ അത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു എന്നാണോ പറയുന്നത്? ഈ സ്വകാര്യ ബസ്സുകാർ മർദ്ദിച്ചു എന്നാണോ? ഉന്മേഷ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ക്യൂവിൽ കിടന്നിരുന്ന, അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട് വഴിയിലേറെ നേരം കിടക്കുന്ന സ്വകാര്യ ബസ്, ആ സ്വകാര്യ ബസ്സിൽ ആളുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരിയ ഒരു തർക്കമുണ്ടായിരുന്നു. അതിനിടയിലേക്ക് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ കൂടി എത്തുന്നു. അങ്ങനെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ക്യാമറമാൻ ഈ സ്വകാര്യ ബസ്സിൽ ജീവനക്കാർ മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണം. അതിപ്പോഴും ആ മർദ്ദനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തർക്കവും ഒക്കെ ഇപ്പോഴും ഈ നടു റോഡിൽ തുടരുകയാണ്. അത് സമരത്തിനിടയ്ക്ക് മറ്റൊരു പ്രശ്നമായി അത് വളരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സമരത്തിലെ കാര്യങ്ങളിലേക്ക് തന്നെ വന്നാൽ ഇപ്പോഴും ഗതാഗതം ഇവിടെ പുനഃസ്ഥാപിക്കാൻ പോലീസിനായിട്ടില്ല. ഏറെ നേരമായി, മണിക്കൂറുകളേറെയായി ആളുകൾ ഇങ്ങനെ റോഡിൽ കിടക്കുകയാണ്. അതിനെ സ്വകാര്യ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ആ ബസ് വിടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തൃക്കാക്കര ACP അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടുകയാണ് പോലീസ് അടക്കം എത്തി. എന്തായാലും ആ സ്വകാര്യ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു. ആ തർക്കം അതുപോലെ തന്നെ തുടരുന്നുമുണ്ട്. കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവർ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ബസ് വിടാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. അവർക്കൊപ്പം യൂത്ത് കോൺഗ്രസും നിലയുറപ്പിക്കുന്നു. അത് തുടർച്ചയായ സംഘർഷങ്ങളിലേക്ക് ഈ വിഷയം നീങ്ങുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അനുനയത്തിനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നുള്ളതും കാണാം. ഏതായാലും നേർക്കുനേർ സംഘർഷത്തിലേക്ക് വീണ്ടും ആ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നത്. കൂടുതൽ കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഒരു പ്രശ്നപരിഹാരത്തിന്റെ സാധ്യത തേടി ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും അതിന് വഴങ്ങാത്തൊരു നിലയാണ് നിലവിലുള്ളത്. ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ക്യാമറമാന് അത്യാവശ്യം സാരമായി തന്നെ ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൽ നിയമപരമായി തന്നെ അതിനെ നേരിടാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ട്. അത് പക്ഷേ ആ ബസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിൽക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് യാത്രക്കാരുണ്ട്. ഏകദേശം 3/4 മണിക്കൂറായ ബസ് ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്. യാത്രക്കാരടക്കമുള്ള ബസ്സാണ്. അവരെ ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരം ഏകദേശം ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.